എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോട്ട് ടോപ്പിക്കായി പോലീസ്, LDC, LGS തുടങ്ങിയ എല്ലാവിധ പരീക്ഷകൾക്കും ഈയിടെ ചോദിച്ചു കാണുന്ന സംസ്ഥാന പുരസ്കാരങ്ങളെക്കുറിച്ച് ഇന്ന് നോക്കാം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം. അതിനെക്കുറിച്ചൊരു ബേസിക് അറിവ് വേണമല്ലോ. കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകി സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 1993. ഇതിൻ്റെ സമ്മാന തുക 5 ലക്ഷം. 2010 വരെ ഇത് 1 ലക്ഷം രൂപയായിരുന്നു. 2011 1.5 ലക്ഷം രൂപയാക്കി. 2017-18 കാലഘട്ടത്തിലാണ് 5 ലക്ഷം രൂപയായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക ഉയർത്തിയത്. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത, എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ വനിതാ ജേതാവ് ബാലാമണിയമ്മയാണ്. വർഷം 1995. 1995 ബാലാമണിയമ്മ ആണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത. മറ്റ് വനിതാ ജേതാക്കളെ കൂടി നോക്കാം. കമല സുരയ്യ 2002, സുഗതകുമാരി 2009, M ലീലാവതി 2010, P വത്സലയ്ക്ക് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. അടുത്ത കാലത്തെ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ ജേതാക്കളെ നോക്കാം. 2023 SK വസന്തനും, 2024 SN മാധവനും, 2025 KG ശങ്കരപിള്ളയുമാണ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവായി തീർന്നിട്ടുള്ളത്. ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ, 2024 NS മാധവൻ, 2025 KG ശങ്കരപിള്ളയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹത നേടിയത്. അടുത്തതായി വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ പുരസ്കാരത്തെക്കുറിച്ച് നോക്കുമ്പോൾ വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണാർത്ഥം വള്ളത്തോൾ സാഹിത്യ സമിതി ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയ സംഭാവന നൽകിയവർക്ക് നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ് വള്ളത്തോൾ പുരസ്കാരം. വള്ളത്തോൾ നാരായണ മേനോന്റെ സ്മരണാർത്ഥം വള്ളത്തോൾ സാഹിത്യ സമിതിയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയത്. മലയാള സാഹിത്യത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന നൽകിയവർക്ക് ഈ ഒരു പുരസ്കാരം നൽകുന്നു. വള്ളത്തോൾ പുരസ്കാരം ആരംഭിച്ചത് 1991. 1991 മുതലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകി തുടങ്ങിയത്. വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 1,11,111 രൂപ. 1,11,111 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. ആദ്യ ജേതാവ് പാലാ നാരായണൻ നായർ. വർഷം 1991. 1991 പാലാ നാരായണൻ നായരാണ് വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ ജേതാവായി തീർന്നത്. ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വനിതാ ജേതാവ് ബാലാമണിയമ്മ തന്നെയാണ്. വർഷം 1994. 1994 ബാലാമണിയമ്മയ്ക്കാണ് ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വനിതയാവാൻ ഉള്ള അവസരം ലഭിച്ചത്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയ. അടുത്തതായി ഹരിവരാസനം പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. സർവമത സൗഹാർദ്ദത്തിനും സമഭാവനയ്ക്കും വേണ്ടിയുള്ള സൃഷ്ടിപരമായിട്ടുള്ള പ്രവൃത്തികളെ ആദരിക്കുന്നതിനായിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം. കേരള സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമലയിലെ മകരവിളക്ക് ദിനത്തിലാണ് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. ഹരിവരാസനം പുരസ്കാരം സർവമത സൗഹാർദ്ദത്തിനും സമഭാവനയ്ക്കും വേണ്ടിയിട്ടുള്ള സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനാണ് നൽകുന്നത്. കേരള സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നിട്ട് ശബരിമലയിലെ മകരവിളക്ക് ദിനത്തിലാണ്
ഹരിവരാസനം പുരസ്കാരം സമ്മാനിക്കുന്നത്? ഹരിവരാസനം പുരസ്കാരം ആരംഭിച്ചത് 2012 മുതലാണ്. സമ്മാന തുക 1 ലക്ഷം പ്ലസ് പ്രശസ്തി പത്രം പ്ലസ് ഫലകം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ചേർന്നിട്ടുള്ളതാണ് ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ സമ്മാനങ്ങൾ. ഹരിവരാസനം പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഹരിവരാസനം പുരസ്കാരത്തിൻ്റെ ആദ്യത്തെ ജേതാവ് KJ യേശുദാസ്. യേശുദാസിനാണ് ആദ്യമായി ഹരിവരാസനം പുരസ്കാരം നേടിയത്. അടുത്ത കാലത്തെ ജേതാക്കളെ കൂടി ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടതുണ്ട്. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കും 2024 PK വീരമണിദാസനാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2026 തിരുവിഴ ജയശങ്കർ കൂടിയാണ് ഹരിവരാസനം പുരസ്കാരം ജേതാവായി തീർന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഒന്നും കൂടെ. 2023 ഹരിവരാസനം പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. 2024 PK വീരമണി ദാസൻ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും 2026 തിരുവിര ജയശങ്കറിനുമാണ് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അടുത്തതായി ഓടക്കുഴൽ പുരസ്കാരം. G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് എല്ലാ വർഷവും ഫെബ്രുവരി 2 ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ പുരസ്കാരം ഫെബ്രുവരി മാസത്തിൽ 2-ാം തീയതി എല്ലാ വർഷവും നൽകുന്നത്. G. ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഓടക്കുഴൽ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 30,000 രൂപയാണ്. 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരം സമ്മാന തുക. ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വർഷം 1969. 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ആദ്യമായി ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത കാലത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാക്കളെ കൂടി നോക്കാം. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹത നേടിയത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കൃതി കവിത മാംസഭോജിയാണ്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് 53ാമത് ഓടക്കുഴൽ പുരസ്കാരം 2023 ലഭിച്ചത്. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം K. അരവിന്ദാക്ഷൻ്റെ ഗോപ എന്ന നോവലിന് ലഭിച്ചു. 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് K. അരവിന്ദാക്ഷന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി ഗോപ, അതൊരു നോവലാണ്. ഗോപ എന്ന നോവലിന് K. അരവിന്ദാക്ഷന് 2024 54ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2025 55ാമത് ഓടക്കുഴൽ പുരസ്കാരം ജേതാവായി തീർന്നിട്ടുള്ളത് EP രാജഗോപാലൻ. EP രാജഗോപാലന് അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന നോവലിനാണ് 2025 ഓടക്കുഴൽ പുരസ്കാരം ജേതാവാൻ അവസരം ലഭിച്ചത്. അടുത്തതായി മുട്ടത്ത് വർക്കി പുരസ്കാരം. മുട്ടത്ത് വർക്കി പുരസ്കാരം മുട്ടത്ത് വർക്കിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയതാണ്. 1992 ഇത് ഏർപ്പെടുത്തി തുടങ്ങിയത്. മുട്ടത്ത് വർക്കി പുരസ്കാരം ആദ്യമായി നേടിയത് OV വിജയൻ. വർഷം 1992 തന്നെ ആദ്യത്തെ വിജയിയായിട്ടുള്ള OV വിജയനാണ് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. ആദ്യത്തെ വനിതാ ജേതാവാണ് കമലാ സുരയ്യ. വർഷം 2006. 2006 ആയപ്പോഴേക്കാണ് ആദ്യത്തെ വനിതാ ജേതാവ് മുട്ടത്ത് വർക്കി പുരസ്കാരം അർഹത നേടിയത്. അതാരാണ്? കമലാ സുരയ്യ. 2019 ആയപ്പോഴേക്കും ബെന്യാമിൻ എന്ന കവിക്ക് ആടുജീവിതം എന്ന കൃതിക്കാണ് 2019 മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചത്. 2019 ബെന്യാമിന് മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതി ആടുജീവിതം. അടുത്തതായി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം 2001. ആദ്യത്തെ ജേതാവ് തിക്കൊടിയനാണ്. 2001 തിക്കൊടിയനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ ആദ്യ ജേതാവ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം
അടുത്തിടെ ലഭിച്ച പ്രമുഖരാണ് 2023 സക്കറിയ, 2024 സാറ ജോസഫിനും 2025 മേത്തിൽ രാധാകൃഷ്ണനുമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സക്കറിയ, 2024 സാറ ജോസഫ്, 2025 മേതിൽ രാധാകൃഷ്ണനും മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചു. അടുത്തതായി വയലാർ അവാർഡ്. വയലാർ അവാർഡ് അതിനെപ്പറ്റി അറിയണമല്ലോ. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റാണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത്. ആരാണ്? വയലാർ രാമവർമ്മയുടെ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് വയലാർ അവാർഡ്. ഇത് ആരംഭിച്ചതെന്നാണ്? 1977. 1977 മുതൽക്കേയുള്ള വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് വയലാർ അവാർഡ്. ഇതിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ. ഇതിൻ്റെ ആദ്യ ജേതാവായി തീർന്നത് ലളിതാംബിക അന്തർജനമാണ്. 1977 വയലാർ അവാർഡ് ആദ്യമായി ഏറ്റുവാങ്ങിയത് ലളിതാംബിക അന്തർജനം. അടുത്ത കാലത്തെ ജേതാക്കൾ 2023 47ാമത് വയലാർ അവാർഡിൻ്റെ ജേതാവായി തീർന്നത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ കൃതി ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് 47ാമത് വയലാർ അവാർഡ് 2023 കിട്ടിയത് ശ്രീകുമാരൻ തമ്പി. 2024 48ാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ ആണ്. അദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്ക് ആണ് ലഭിച്ചത്. അശോകൻ ചരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 48ാമത് വയലാർ അവാർഡ് നേടിയത്. 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. കൃതി തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്ന ഇ സന്തോഷ് കുമാർ എഴുതിയ കൃതിക്കാണ് 2025 49ാമത് വയലാർ അവാർഡ് ലഭിച്ചത്. വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. ആദ്യമായും ലഭിച്ചത് ലളിതാംബിക അന്തർജനം. ആരംഭിച്ചതെന്നാണ് 1977. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ സംസ്ഥാന അവാർഡുകൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള PSC റിലേറ്റഡ് കണ്ടൻറ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിച്ച് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് മുഖേന അറിയിക്കാവുന്നതും ആണ്. ഞാൻ ഉടൻ തന്നെ ആ വീഡിയോസ് ചെയ്തു തരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.